വിദ്യാർത്ഥികളെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി പ്രതികൾക്കായി അന്വേഷണം. നെയ്യാർ ഡാം. സഹോദരിയെ സ്കൂളിൽ നിന്ന് വിളിക്കുവാൻ പോയ യുവാവിനെയും സഹോദരിയായ വിദ്യാർത്ഥിനിയെയും ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം കത്തികാട്ടി ഭീഷണിപ്പെടുത്തി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:30 നെയ്യാർ ഡാം പാലത്തിന് സമീപമാണ് സംഭവം. നെയ്യാർ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയെ വിളിക്കുവാൻ പോയ സഹോദരന്റെ ബൈക്ക് പാലത്തിന് സമീപം വെച്ച് 2 പേർ ചേർന്ന് തടഞ്ഞു നിർത്തി. സംഘത്തിലൊരാൾ യുവാവിന്റെ വയറ്റിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി. ഇത് കണ്ട് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരികയായിരുന്ന സഹോദരി ഓടി അടുത്തെത്തി. ഈ സമയം സംഘത്തിലെ മറ്റൊരാൾ പെൺകുട്ടിയുടെ കഴുത്തിൽ കത്തിവെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. പ്രതികളിൽ ഒരാളായ ഇമാം തങ്ങൾ എന്ന് വിളിക്കുന്ന കുണ്ണിയൂർ സ്വദേശി നെയ്യാർ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇയാൾ പെൺകുട്ടിയെ നിരന്തരം പിന്തുടർന്ന് ശല്യം ചെയ്തിരുന്നതായും പെൺകുട്ടി അത് നിരസിച്ചതോടെ പെൺകുട്ടിയുടെ സഹോദരനെയും പിതാവിനെയും ഫോണിൽ വിളിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തിരുന്നതായും പരാതിയിൽ പറയുന്നു. നാട്ടുകാർ ഓടിക്കൂടിയതോടെ പ്രതികൾ സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് രക്ഷിതാക്കളെത്തി നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷനിലും ചൈൽഡ് ലൈനിലും പരാതി നൽകി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. എൻ്റെ അനിയത്തി സ്കൂൾ വിട്ട് 4:30 ആയപ്പോൾ സ്കൂൾ വിട്ട് അവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ബൈക്കിൽ എൻ്റെ അനിയത്തെ വിളിക്കാൻ വേണ്ടി പോയി 2 പേര് എന്നെ ബൈക്ക് തടഞ്ഞെടുത്തുകയും കത്തി വെച്ച് എന്നെ ഭീഷണിപ്പെടുത്തുകയും കൊല്ലുമെന്ന് പറയുകയും ചെയ്തു. അപ്പോഴത്തേക്ക് എൻ്റെ അനിയത്തി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഓടി വരികയായിരുന്നു. അവളെ കഴുത്തിലും കത്തി വെച്ച് ഭീഷണിപ്പെടുത്തി, എന്നെ കൊല്ലുമെന്നും എൻ്റെ വാപ്പായെ കൊല്ലുമെന്നും അവളെ കൊല്ലുമെന്നും എല്ലാം പറഞ്ഞു. അതിന് മുൻ വൈരാഗ്യം വെച്ച് തന്നെയാണ് എൻ്റെ അനിയത്തിയെ നിരന്തരം ശല്യം ചെയ്യുകയും ഞാൻ ഫോൺ വിളിച്ച് അല്ലാതെയൊക്കെ പറയുകയും ചെയ്തു. അപ്പോഴും എന്നെ ഭീഷണിപ്പെടുത്തി കൊല്ലുമെന്നൊക്കെ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടതാണ്. എൻ്റെ ബാച്ചിലായിരുന്നു പഠിച്ചിരുന്നത്. അങ്ങനെ +1 സ്കൂളിൽ നിന്നാണ് പറഞ്ഞു വിട്ടത്. സംഭവം ഇന്നലെ 4:30 ആയപ്പോൾ എനിക്കൊരു കോൾ വരും. എൻ്റെ മകൻ വിളിക്കുന്നു. ഞാൻ ഇവിടെ ജോലി സ്ഥലത്ത് നിന്നുമ്പോൾ എൻ്റെ മകൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മകളെ പോയി സ്കൂളിൽ പോയി വിളിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം 4:30 ആയപ്പോൾ +2 വിടുന്ന ടൈമാണ്. ആ വിടുന്ന ടൈമിൽ അവൻ പാലം പാസ് ചെയ്യുകയും മകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയും ചെയ്യുന്ന ടൈമിൽ 2 അംഗ സംഘം വന്ന് എൻ്റെ മോൻ്റെ ബൈക്കിൽ ക്രോസ് ചെയ്ത് പിടിക്കുകയും അവൻ്റെ വയറ്റിൽ കത്തി വയ്ക്കുകയും അപ്പോൾ മകൾ ഇത് കണ്ടുകൊണ്ട് ഓടി വരികയും ചെയ്യുകയായിരുന്നു. അവളെ കഴുത്തിലും കത്തി വെച്ചിട്ട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോഴേക്കും പിന്നീട് ഞാൻ ഓടി അങ്ങ് എത്തുമ്പോഴേക്ക് അവർ പോയി. അപ്പോൾ ഞാൻ ഉടനെ ഇവരെ വിളിച്ചുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കേസ് കൊടുക്കുകയും ചെയ്തു. കൊച്ചു കുട്ടികളല്ലേ, നമ്മൾ എപ്പോഴും എൻ്റെ മകൻ പിന്നീട് നിരന്തരമായിട്ട് അവർ ഇങ്ങോട്ട് ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്ന കേൾക്കാറുണ്ട്, എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പോൾ തരക്കാരല്ല എന്ന് പറഞ്ഞ് ഞാൻ കളഞ്ഞു ഈ കേസ്. അപ്പോഴേക്ക് ഇത് അവരുടെ കയ്യിൽ നിൽക്കാതെ വന്നപ്പോഴാണ് എനിക്കിത് ബോധ്യപ്പെട്ടത്. അവരുടെ കയ്യിൽ ഡേഞ്ചർ കഞ്ചാവ് ടീമുകളിൽ ആണ് യുവമാർ. ഈ കൊണ്ണിയിൽ നിന്നും പറയുന്നു, ഉണ്ടപ്പാറയിൽ നിന്നും പറയുന്നു, പൂവച്ചൽ നിന്നും പറയുന്നു. പേര് ഇമാം തങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. നെയ്യാർ ഡാം സ്റ്റേഷനിൽ ഇന്നലെ 5 മണിയോടെ കേസ് ഫയൽ കൊടുക്കുകയും ചെയ്തു. കൊടുത്തിട്ട് ഇന്ന് ഞാൻ ഓൺലൈനിലായിട്ട് ചൈൽഡ് ലൈനിലേക്ക് വിളിച്ച് ഈ കാര്യം ബോധിപ്പിക്കുകയും ചെയ്തു. അവർ കേസ് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പോലീസ് അവരെ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുകയോ വരികയോ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് പോലീസിൽ നിന്ന് ഒരു നീതി ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്തിൻ്റെ DSPക്കോ അങ്ങോട്ട് മുകളിലോട്ടുള്ള പരാതികൾ കൊടുക്കുകയും എനിക്ക് നീതി ലഭിക്കുക, എൻ്റെ മകൾക്ക് തുടർന്നുള്ള പഠനം നടത്തണമെന്ന് ഒരാഗ്രഹമുണ്ട്. എൻ്റെ മകൾക്കും എൻ്റെ മോനും ഒരു ജീവിക്കാനുള്ള അനുവാദം കിട്ടണം. അതായത് എനിക്ക് ഇത്രയും ഭീഷണികൾ വന്ന് കിടക്കുകയാണ്. അവർ ഇവിടെ വലിയ കഞ്ചാവ് ലോബികളാണ്.